ഹലോ, ആദിചന്ദ് വാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ സമയം 5 മണി. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ കുഞ്ഞൊരു ക്രിസ്മസ് വെക്കേഷൻ എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ ഇനി ഒരു 2-3 സീരീസ് നമ്മൾ ബാംഗ്ലൂർ വിശേഷങ്ങളായിരിക്കും അല്ലേ? അതെ. സോ നമ്മൾക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് ബസ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. ലാസ്റ്റ് മിനിറ്റ് അല്ല, വൈശോട്ടനാണ് ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചത്. ഇത്രയും ബാഗ്സ്, അതുകൊണ്ട് എനിക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആളിന്ന് വർക്ക് കഴിഞ്ഞ് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഫൈനൽ പാക്കിങ്ങിലോട്ടാണ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർ കാറ് കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നായിരിക്കും ബസ്സിൽ പോകുന്നുണ്ടാവുക. വൈശോട്ടാ, ആർ യു എക്സൈറ്റഡ്? യെസ്. സോ ലെറ്റ്സ് ഗോ. അപ്പം ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അവര് വരട്ടെ. നമ്പർ അറിയില്ല. എക്സൈറ്റഡ് അല്ലേ? നമ്പർ പറ. 25-26 എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ഇതാ പുതിയ കപ്പിൾസ് ആണ്. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ കപ്പിൾസ്. സാഹസൻ ബൈ. നമ്മൾ ബസ്സിൽ കയറിയ പാടത് വൈശേട്ടൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ആൾ ഇന്നലെ വർക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് അപ്പം തന്നെ നമ്മൾ വന്നു. 5 മണി ആയപ്പോഴത്തേക്ക് ആള് ഷിഫ്റ്റ് കഴിഞ്ഞു. 4 മണിക്ക് എത്തി. 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പം ഇത് 1:30 എത്തുന്നുണ്ടാവുക ബാംഗ്ലൂർ. സോ അപ്പോൾ ഒരു 5 hours ഉറക്കം കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബസ് എടുത്തത്. അപ്പം പിന്നെ സുഖമായി ഉറങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഇതാവുമല്ലോ. പിന്നെ വൈകിട്ട് കറങ്ങാൻ ഇറങ്ങിയാൽ മതി. പിന്നെ ഡിസ്ക്ലെയിമർ ഇപ്പോഴേ പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് ബാംഗ്ലൂർ പോകുന്നത്. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഇവള് ഇതിന് മാത്രം എക്സൈറ്റ്മെന്റ്. അതുകൊണ്ട് ഇപ്പോഴേ പറയുന്നത്. അപ്പൊ എനിക്ക് സംഭവം നമ്മൾ കൊച്ചി ബാംഗ്ലൂരൊക്കെ എല്ലാവരും പോയി വരുന്നതാണ്. അതുകൊണ്ട് വലിയൊരു ഇതുണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഒരു ബാംഗ്ലൂർ ഡേയ്സ് സമയത്ത് എനിക്ക് തോന്നുന്നു +1 +2 എന്ന് തോന്നുന്നു. അന്ന് കണ്ടപ്പോ മുതൽ പോണം എന്ന് പറയല്ലാണ്ട് പോവാൻ പറ്റിയിട്ടില്ല. ഞാനും അഖിലേട്ടനൊക്കെ ഞങ്ങള് ബുക്ക് ചെയ്ത് പോവാനെത്തി. പക്ഷെ അപ്പത്തേക്കും പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മുടങ്ങി പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗില് എന്റെ എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഓവർ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. കാരണം എനിക്ക് എല്ലാത്തിനും എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവരൊക്കെ കുറെ തവണ ബാംഗ്ലൂർ കണ്ടും അടുത്തിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ്. എന്റെ ഇന്നത്തെ ട്രിപ്പിലുള്ള എല്ലാവരും. പിന്നെ അതുപോലെ ഞങ്ങൾ വൈശാട്ടന്റെ വേറെ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയുണ്ട്. നമ്മൾ ഡിസംബർ കല്യാണം കഴിഞ്ഞ അല്ലേ, ലാസ്റ്റ് വീക്ക് കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ഉണ്ട്. ഞങ്ങൾ ഡിസംബറിൽ കല്യാണം കഴിഞ്ഞ 3 പേരില്ലേ? നന്ദുവട്ടൻ എപ്പോഴായിരുന്നു? ഓക്കെ. അപ്പം ഞങ്ങൾ 3 കപ്പിൾസ്. ബാംഗ്ലൂർ ഓൾറെഡി വേറെ ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. ഇനി മൊത്തത്തിൽ ഒരു 4-5 ഫാമിലിയും കൂടിയിട്ടാണ് ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോണത്. മിഥുനും സ്റ്റൈലൊന്നും അല്ല, വൈബ് എന്താ പറയുക, ചില്ല് ചെയ്തിട്ട് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് 2 ആൾക്കും കല്യാണം കഴിഞ്ഞിട്ട് 2 weeks കഴിഞ്ഞതും ലീവ് കഴിഞ്ഞു. പിന്നെ വർക്കിന് പോയിട്ട് ഇന്നലെയാണ് വീണ്ടും തിരിച്ചെത്തിയത്. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാനോ പോകാനൊന്നും സമയമില്ല ഇനി. അപ്പൊ പറ്റുന്ന ലീവിൽ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എത്തിപ്പെടാം. ബാക്കി പിന്നീടൊക്കെ പോവില്ലേ, പോവും. അപ്പൊ ഇന്ന് ഫുൾ സഡൻ പ്ലാനിൽ കിട്ടുന്ന ലീവ് യൂട്ടിലൈസ് ചെയ്തിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു പരിപാടിയിലാണ് ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത്. അപ്പം ഇനി ഈ ബാംഗ്ലൂർ ഉള്ള ദിവസം മോസ്റ്റ്ലി ഞാൻ വിചാരിക്കുന്നത് രാവിലെ ടു വൈകുന്നേരം വരെ എടുക്കുന്ന സാധനം അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. സോ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും പറ്റുന്നത്ര. ഇന്ന് ഞങ്ങൾ ബുധനാഴ്ചയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണത്. സൺഡേ വരെ നമ്മളിവിടെ ഉണ്ട്. 1 week ബാംഗ്ലൂർ ഉണ്ടാവും. സോ അപ്പം കാണുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്യാം. കാരണം എനിക്കും എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്റെ മെമ്മറിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാനും കുറേ വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുക്കും. സോ ഇനി വെറുപ്പിക്കണില്ല. ഇനി നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. നമ്മൾ
കഴിക്കാൻ വാങ്ങിക്കുകയാണ്. നമ്മൾ ബസ്സിലായതുകൊണ്ട് തന്നെ അവരൊരു 20 to 25 മിനിറ്റ്സ് നിർത്തിയിട്ട് ഒരു സേലം എത്തുമ്പോഴായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 7:15 ആയി. അതിനുശേഷം ഒരു 10:45 ആയപ്പോഴാട്ടോ അവർ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അതൊരു 11:30 വരെ നമുക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. സോ വേഗം പോയി അവിടുത്തെ ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് പിന്നെ നേരെ കയറിട്ടോ. ചേട്ടാ, നമ്മളിപ്പോൾ എവിടെ ഇറങ്ങാൻ പോണേ? ഇലക്ട്രോണിക് സിറ്റിയിലാണ് നമ്മുടെ റൂം. ഓക്കെ, 5 മിനിറ്റിൽ അപ്പം എത്തുമോ? റൂം എത്തുമോ? ക്യാബ് ബുക്ക് ചെയ്യണം. കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല, എത്ര ദൂരമാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് അവിടെ പോയി റൂം നോക്കണം ഫസ്റ്റ്, എങ്ങനെയായിട്ട് ക്ലീൻ ആണോ. ഇത്തിരി ഔട്ടർ പോലുള്ള സ്ഥലമാണ്. ഫുഡ് കഴിക്കണ്ടേ? സമയം അമ്മേ നമ്മുടെ കൂട്ടുകാരാ വരും. കിച്ചു ഇവിടെ ഓൾറെഡി ഇപ്പതാ ഇനി ബാക്കി ഗൈസ് റീജോയിൻ ചെയ്യണം. ഗൈസ്, നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടോ. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇനി ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇനി ആള് നമ്മളെ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോണേ. നമ്മൾ 5 മിനിറ്റ് നടന്നിട്ട് നമ്മുടെ സ്റ്റേ സെറ്റായിട്ടാ ഇവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ 5-6 കപ്പിൾസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഓൾറെഡി നമ്മളുടെ ഒരു ഏട്ടൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ റൂമും കൂടെ നല്ലത് നോക്കിയിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത്. കാരണം നമുക്ക് പരിചയമില്ലല്ലോ വേറെ എവിടെ എങ്ങനെയാണ് റൂംസ് കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് ഇവിടെ നേരത്തെ വന്ന് നിന്നതുകൊണ്ട് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുക. നമ്മൾ 6 കപ്പിൾസിന്. ആർക്കാ ഹിന്ദി അറിയണേ? ആർക്കാ ഹിന്ദി അറിയാ? വൈഷോട്ട് നന്ദോട്ടനാ ബുക്ക് ചെയ്തിരിക്കണ. സംഭവം ഇവിടെ പറയുന്ന ലാംഗ്വേജ് നമുക്ക് അറിയണില്ല, നമ്മൾ പറയണത് അവർക്കും അറിയണില്ല. റൂം നമുക്കിനി അവർ പോയിട്ട് നോക്കിയിട്ട് ഓപ്പൺ ചെയ്ത് തരുള്ളൂ. സോ നമ്മളോട് ഇവിടെ റെസ്റ്റ് റൂമിലിരിക്കാൻ പറഞ്ഞു. റൂംസ് പ്രശ്നമില്ല, അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഇവിടുത്തെ ഏട്ടൻ വന്നതുകൊണ്ട് റൂംസ് പ്രശ്നമില്ല. പക്ഷെ വലിയ കുഴപ്പമില്ല. ഇത് എവിടെ സ്ഥലം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ എൻ്റേതായിട്ടുള്ള വ്യൂ ഓഫ് ബാംഗ്ലൂരും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വ്യൂ ഓഫ് ബാംഗ്ലൂരും മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്കറിയില്ല. സോ നമ്മളിനി റൂമിൽ പോയിട്ട്, ഇപ്പം സമയം നമുക്ക് ശരിക്കും 1:30 എത്തേണ്ടതായിരുന്നു. ഇപ്പം പക്ഷേ 3:45 നമ്മളിവിടെ എത്തിപ്പിടിച്ച് വരുമ്പോഴത്തേക്കും. ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് വേണം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പം പുറത്തിറങ്ങണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ അപ്പം ഇന്നത്തെ ഈവനിങ്ങും കൂടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണം, അറിയില്ല. ആദ്യം റൂം എത്തിയിട്ട് അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, 5 ഡേയ്സിന് ഇരിക്കേണ്ട 2 കപ്പിൾസിൻ്റെ ബാഗാണ് ഇത്ര. ഇനി ബാക്കിയുള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല എന്താ നമ്മുടെ റൂം അവിടെ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് 2 പേർക്കാണോ അപ്പം തരുന്നത്? ഓക്കെ, എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യണം. ഫുഡ് Studio one. Okay. Any room, it's 2 people only will. Understood. Understood. We had to work, so that's the reason. The table, everything is. ഇത് 1 BHK അല്ലേ? പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. ഗൈസ്, നമ്മളുടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് 2 കപ്പിൾസേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ ഒന്ന് എടുത്തു, അപ്പുറത്തെ റൂം എടുത്ത്. നല്ലൊരു അടിപൊളി റൂം കേട്ടോ. നന്ദോട്ടം സജസ്റ്റ് ചെയ്തിട്ട് നന്ദോട്ടം ബുക്ക് ചെയ്തതാണ്. അടിപൊളിയായിട്ട്. സോ നമുക്ക് ഇവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഭാര്യമാര് കുക്ക് ചെയ്യണ പരിപാടി ഇല്ല കേട്ടാ. കേൾക്കണ്ട? പക്ഷെ എന്നാലും നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി തരാം. നെയ്ച്ചോറും ചിക്കൻ കറി ഒന്നും നമുക്ക് കിച്ചണിന്റെ അടുപ്പ് ഉണ്ടാക്കാം. വെക്കേഷന് വന്നാണ്. പക്ഷെ എന്നാലും നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. റൂമില് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ
ആരാ ചേച്ചി വന്നു. അന്നവാടെ വൈശോട്ടം പണി തുടങ്ങിയിരിക്കുക. എന്താ ചെയ്യണ? ചൂടുവെള്ളം റൂം ഫ്രഷ്നേഴ്സ് ഉണ്ട്, 2 ബോട്ടിലുണ്ട്, പിന്നെ മഗുകളുണ്ട്, ഗ്ലാസ് ഉണ്ട്. ഇതെന്താ എനിക്കറിയില്ല. പിന്നെ ഇതാ കെറ്റിലുണ്ട്. കെറ്റില് വൈശോട്ടൻ എന്തോ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി കൊടുക്കുന്നതായതുകൊണ്ട് കുക്കിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിന് വേണ്ട എല്ലാ പാത്രങ്ങളും ഇൻക്ലൂഡിങ് ചപ്പാത്തി പരത്തുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്ന സാധനമൊക്കെ അകത്തുണ്ട്. പിന്നെ സ്പൂണ്, ഇതാ ചപ്പാത്തി വെക്കുന്ന സാധനം അതുണ്ട്. പിന്നെ സിസേഴ്സ് കുറേ, പിന്നെ ഇതാ പാത്രങ്ങൾ, ചെറിയ ബൗൾസുകൾ. ഇത് ഓഫ് ചെയ്യട്ടെ, ചൂടായിട്ടുണ്ടാവും. ഓഫായാ? പാത്രങ്ങളുണ്ട്, പിന്നെ പ്ലേറ്റുകൾ. അതുകൊണ്ട് നമ്മുടെ ഫുഡൊക്കെ പ്ലേറ്റ്സുകളുണ്ട്, കട്ടിംഗ് പാഡ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളെന്തായാലും ഫുഡ് പുറത്തുനിന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബെഡ്റൂം കാണിച്ചു കൊടുക്കാം. വേണ്ട ഹാളോ? ശരി. ഹാളിൽ TV ഉണ്ട്, വൈഫൈ ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ടേബിള് പോലത്തെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ചീപ്പ് സോഫ ഉണ്ട്. ദെൻ ഇവിടെ ബാൽക്കണി ആയിട്ടല്ല, നമുക്ക് പുറത്തത്തെ വ്യൂ മാത്രം കാണാൻ പറ്റും. നമ്മുടെ ഫുഡല്ലല്ലോ, സ്വിഗ്ഗിയാണ് ഓർഡർ ചെയ്തത്, അതാ സൊമാറ്റോ. ഇത് എവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്? ഇലക്ട്രോണിക് സിറ്റിന്റെ ഉള്ളിലാണ്. ഇലക്ട്രോണിക് സിറ്റിയുടെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ റൂം എടുത്തു. പക്ഷെ റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ 5-6 കപ്പിൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കറക്റ്റ് സെറ്റ് ആയിട്ട് റൂംസ് ഒക്കെ കിട്ടി. നല്ല റൂം, അടിപൊളി. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇനി 4 ദിവസത്തെ നമ്മളുടെ ബെഡ്റൂം. ഓക്കെ, സോ ഇതും നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഷെൽഫ്, ഫ്രൈഡ് റൈസ് വന്നിട്ടില്ല. ഇത് നിഷാദക്ക, ഇത് വേറെ ഒരു ഫ്രണ്ട്. എല്ലാവരും കുറച്ച് ഷൈയുള്ള ടീംസുകാരാണ്. അവരൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ. ഇനി ബാത്റൂം നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബും കൂടി ഉണ്ട്, ഷെൽഫുണ്ട്, ഒരു വാർഡ്രോബ്. ഇതെന്താ തുറക്കാൻ കിട്ടാത്ത? സോറി. ഓക്കെ, വീണ്ടും ഇതുണ്ട്. ബാത്റൂം നോക്കട്ടെ. ബാത്റൂം യെസ്, കെറ്റിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല സ്പേസ് ഉണ്ട്. ഇത് നോക്ക്, മറ്റേ എന്താണ് ഷവറും പേസ്റ്റ് ആണോ? നിഷാദൊക്കെ നമ്മൾ പേസ്റ്റും ഇതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ? എല്ലാം ഇതിലുണ്ട്. നമുക്കത് ബൗൾസ് നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഷാംപൂസ്, സോപ്പുകൾ ഒന്നും ഇനി പുറത്തുനിന്ന് വാങ്ങണ്ട. നമ്മൾ ബ്രഷ് നമ്മൾ പേസ്റ്റ് സോപ്പൊക്കെ ഇനി മേടിക്കണം വിചാരിച്ചാണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുൾ സെറ്റ് സൂപ്പർ. അപ്പൊ അതാണ് നമ്മളുടെ റൂം ടൂറ്. ഇനി ഫുഡ് വരണം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തു പോകും. നമ്മൾ വ്ലോഗല്ലേ പറയുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നിഷാദ പുറത്തു പോയി നിന്നോ, വരിക, ചാടി പിടിക്കുക, ഫുഡ് വാങ്ങുക. നമുക്ക് പോയി മേടിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് കയറിട്ട് കൊടുത്താൽ മതി നിഷാദെ. സൺഡ്രവേറിന്റെ വള്ളി ഇട്ട് കൊടുക്കുക. ട്രൗസറിന്റെ വള്ളി, സോറി, നിഷാദിന്റെ ട്രൗസറിന്റെ വള്ളി എടുത്തിട്ടിട്ട് we are exploring Bangalore, you know. ചന്തൊരു പാട്ടിടുന്നു ബാംഗ്ലൂർ ഡേയ്സ്. My 10 years of പക്ഷെ ആദ്യത്തെ കണി അടിപൊളിയായിരുന്നു അല്ലെ? റൂം നല്ലത് കിട്ടി. അടിപൊളി റൂം. നന്ദുവേട്ടൻ ഓൾറെഡി താമസിച്ചിട്ട് ബുക്ക് ചെയ്യണു പറഞ്ഞപ്പോ ഹൈ ലെവലേ എടുക്കുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ വന്നപ്പോ അടിപൊളി, സൂപ്പർ. ഇനി ആദ്യത്തെ ബാംഗ്ലൂർ എന്താണ്? ആദ്യത്തെ ബാംഗ്ലൂര്
ഫസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. ഇനി ഫുഡ് കഴിച്ച് പുറത്തിറങ്ങട്ടെ, ഞാൻ ബാക്കി പറയാം. ഇനി ഫുഡിന്റെ ഇംപ്രഷൻ എന്താവുമോ? അതെ, ബാംഗ്ലൂരിൽ തണുപ്പത്ത് എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ മുണ്ടുടുത്തിട്ട് നടക്കാൻ പറ്റുന്നത്? ഇല്ല, തണുപ്പേ ഇല്ല. മനുഷ്യൻ തണുത്തിട്ട് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കൊരു ചെരുപ്പും കൂടെ വേണം കേട്ടോ. നിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചവിട്ടിയിൽ മാത്രം ഇങ്ങനെ കാല് വെച്ചിട്ട് നിക്കാണ്. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ഫ്രൈഡ് റൈസ്, അത് 4:30. എങ്ങനെയുണ്ടെന്ന്? അതും എടുത്തിട്ടില്ലേ? ഇല്ല, ഇനി ഒരു ബൗളും കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് തരാം. എരിവാ പെട്ട്. അതാണ് കളർ ഇങ്ങനെ അല്ലെ, ബിരിയാണി പോലെ. ഫുഡ് കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിൽ വന്നാണ്. കാരണം നേരത്തെ വന്ന ഏട്ടന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടിപൊളിയാണെന്ന് മുകളിൽ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, സൂപ്പർ. പിന്നെ ഇരുട്ടാവുന്നേ ഉള്ളൂ, അതുകൊണ്ട് നല്ല രസമുണ്ട്. പോയി എന്താ കിച്ചേട്ടാ? എന്താ? ഓ, ഗെയിമിംഗ് സെക്ഷൻ. ഓ, ജിമ്മൊക്കെ പൈസട്ടാ വിഷയം ട്ടോ അവിടെ. സൂപ്പർ. അമ്മേ, ഞാൻ നേരിപ്പോ കൊണ്ട് ഇടിച്ചേനെ. പൈസട്ടാ നേര് കൊണ്ട് ഇടിച്ചേനെ. ഇവിടെ ഗ്ലാസ് ഉള്ളത് അറിഞ്ഞില്ല. ഓ, ഇവിടെ ഗെയിം പരീക്ഷണം നല്ല രസമുണ്ട്. തണുപ്പ് കിച്ചേട്ട വീട് കാണിച്ചു ആടി. ഇവിടെ ഫോറസ്റ്റ് ഏരിയ അതറിയില്ല. എന്താ അതിന്റെ പേര്? ബന്നാർക്കട്ട നാഷണൽ പാർക്ക്. സമയമുണ്ട് വെച്ചാൽ നാഷണൽ പാർക്കിലും പോയിരുന്നു. 2 വർഷം കണ്ടു, പിന്നെ അത് മിസ്സായി. കുറെ മുമ്പാണ്. ഏത് മാളിലോട്ടാ പോണിനി? ഫോറം മോളാ? ഫോറം സൗത്ത് ബാംഗ്ലൂർ. സോറി, ഫോറം സൗത്ത് ബാംഗ്ലൂർ മോളിലോട്ടാണ് കേട്ടോ ഇനി നമ്മൾ പോണത്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ മോളിൽ പോകുന്നത്. ഓക്കെ. പിന്നെ ക്രിസ്മസിന്റെ തലേദിവസം ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ. എപ്പോഴും തിരക്കുണ്ടാവും, പക്ഷെ ഇന്ന് ഭയങ്കര ക്രൗഡ് ഉണ്ട് ഇവിടെ. ബാക്കി നിൽക്ക്. കുറേ സ്റ്റോൾസ് ഉണ്ട്. ക്രിസ്മസ് ആയിട്ടാണോ അറിയില്ല, പക്ഷെ ആണ്. നിഷാദ് മറത്ത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ, ട്രേ സ്റ്റോളിൽ പോയി ചോദിച്ചപ്പം 1500 രൂപ ട്രേക്ക്. നമ്മളിനി മോളിലോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. പുറത്ത് തന്നെ ഇന്ന് ക്രിസ്മസിന്റെ പരിപാടി ആയതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നിഷാദ് എങ്ങനെയുണ്ട് ക്രിസ്മസ് ഇൻ ബാംഗ്ലൂർ? സൂപ്പർ അല്ലേ? യെസ്, നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിമെല്ലാം മോളിലോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്? എന്തത് പെർഫ്യൂമാ? അല്ല, ഇവർ വീട്ടിലോട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ നോക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നോക്കാൻ പോട്ടെ? എനിക്കൊന്നും നോക്കണ്ട. അടിപൊളിയായിട്ടുണ്ട്. സോറി, നന്നായിട്ടുണ്ട് കാണാൻ.
എന്ത് എന്ത് കാണാൻ നന്നായിട്ടെന്ന്? എന്ത് മോള് കാണാൻ നന്നായിരുന്നു, മോളിന്റെ ഡെക്കറേഷൻ നന്നായിരുന്നു, ബാംഗ്ലൂർ പിന്നെ സൂപ്പറാണ്. അതെ, മോളില് വരുന്നവര് അയ്യേ ഒന്ന് കണ്ണേ കണ്ടു. ഇവിടെ വന്നതും സിംഗിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ബ്രോസ് ആൻഡ് സിസ് അല്ലേ, 4 ദിവസത്തിന്. പിടിച്ചാ കിട്ടില്ല, ഭയങ്കര ബിസി വായി നോട്ടം. അതെ, അവര് പിന്നെയും പർച്ചേസ് ചെയ്യണ്ട്. വൈശോട്ടം നോക്കാൻ വന്നതാണ് ഞങ്ങള്. ഫോട്ടോ സെക്ഷനാണ്, ഫോട്ടോ സെക്ഷൻ. കാരണം മോളിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഇനിയൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. ഏകദേശം എല്ലാവിടെയും കറങ്ങിയെത്തി. ഇനിയിപ്പം മെല്ലെ ഫോട്ടോസ് എടുത്തിട്ട് മെല്ലെ വീട്ടിലോട്ട് പോവാമെന്നാണ് പദ്ധതി. അറിയോ, നമ്മള് മിനിസോല് പാലക്കാട് മിനിസോ ഒക്കെ വന്നപ്പോൾ മുതൽ അവിടെ കയറണം വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് പറ്റിയില്ല. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ മിനിസോല് നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. പിന്നെ റേറ്റ് എത്രയാണെന്ന് പറയുമോ ചേട്ടാ? എത്ര രൂപയാന്ന് പറയാം? 1000. നോ, 699. മേലത്തെ എടുത്തോ? എല്ലാം 699. എടുത്തോ, ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇല്ലെങ്കിൽ അധികം ഒന്നും എടുത്തിട്ടുണ്ടാ. അത് മതിയാ? എല്ലാം 699. ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ദിവസം ഈ കച്ചറ പിള്ളേരാണ്. ഇവര് പറയുന്ന ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, ഓക്കെ? ആദ്യത്തെ ദിവസത്തെ ബാംഗ്ലൂർ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഡേ 2 ആയിട്ട് ഞങ്ങൾ വീണ്ടും ശക്തിയോടുകൂടി തിരിച്ചു വരിക അല്ലേ? പിന്നെ അല്ല. ബൈ.